രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിന്റെ പ്രതീകാത്മക കോലമുണ്ടാക്കി വെടിവെച്ച ഹിന്ദു മഹാസഭയുടെ നടപടി രാജ്യദ്രോഹമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധിജിയുടെ ചിത്രത്തിന് നേരെ പ്രതീകാത്മകമായി നിറയൊഴിച്ച് ചോര വീഴ്ത്തിയ സംഭവത്തെ നിയമസഭ അപലപിച്ചു. ഹിന്ദു മഹാസഭ നടപടി നീചവും പ്രാകൃതവുമാണ്. ഗാന്ധിജിയെ നിന്ദിക്കുകയും ഗോഡ്സെയെ സ്തുതിക്കുകയും ചെയ്ത സംഭവം രാജ്യദ്രോഹമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയെ പ്രതീകാത്മകമായി വീണ്ടും കൊല്ലുകയും ഗോഡ്സെയെ മഹാനായി വാഴ്ത്തുകയും ചെയ്ത ഹിന്ദു മഹാസഭ നടപടി നീചവും പ്രാകൃതവുമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു. കേന്ദ്രത്തിൽ മോദിയും UPയിൽ യോഗി ആദിത്യനാഥും ഭരിക്കുന്നതിന്റെ ബലത്തിലാണ് ഗാന്ധിജിയുടെ 71ാം രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രാകൃതമായ ഈ നടപടി ഉണ്ടായത്. രാഷ്ട്രപിതാവിനെ അപമാനിച്ചവരെ ഉടനടി അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹത്തിന് തുറുങ്കിലടയ്ക്കുകയും ചെയ്യണമെന്നും കോടിയേരി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. രക്തസാക്ഷി ദിനത്തിൽ അലിഗഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെയാണ് ഗാന്ധിജിയുടെ കോലത്തിന് നേരെ വെടിയുതിർത്ത് ഗാന്ധിജിയുടെ മരണം പ്രതീകാത്മകമായി പുനരാവിഷ്കരിക്കുകയായിരുന്നു. ഗാന്ധിജിയുടെ കോലത്തിൽ രക്തപ്പാടുകളും സൃഷ്ടിച്ചിരുന്നു. അതേസമയം ഗാന്ധിജിയുടെ കൊലപാതകിയും ഹിന്ദു മഹാസഭാ നേതാവുമായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമയിൽ നേതാക്കൾ ഹാരാർപ്പണം നടത്തി. ഗാന്ധിവധത്തിന്റെ ഓർമ്മ പുതുക്കി സന്തോഷ സൂചകമായി അവർ മധുര വിതരണവും നടത്തി. നേരത്തെയും ഗാന്ധി രക്തസാക്ഷി ദിനം ഹിന്ദു മഹാസഭ ആഘോഷിച്ചിരുന്നു. ഗാന്ധിവധം പുനരാവിഷ്കരിക്കുക വഴി പുതിയൊരു സംസ്കാരത്തിനാണ് തങ്ങൾ തുടക്കം കുറിച്ചതെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് പൂജ ശകുനിന്റെ അവകാശവാദം. രാമരാവണവധം ആചരിക്കുന്ന വേളയിൽ രാവണനെ വധിക്കുന്നതിനായുള്ള ഒരു ആചാരമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളതെന്നായിരുന്നു പ്രശ്നത്തെ ലഘൂകരിച്ചുകൊണ്ട് പൂജ ശകുൻ പറഞ്ഞത്. ഗോഡ്സെയ്ക്ക് മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ ഗാന്ധിജിയെ താൻ കൊല്ലുമായിരുന്നെന്ന പൂജ ശകുൻ പാണ്ഡെയുടെ പ്രസ്താവന നേരത്തെ തന്നെ വിവാദമായിരുന്നു. രാജ്യത്ത് ഇനി ആരെങ്കിലും ഗാന്ധിജിയെ പോലെയാവാൻ ശ്രമിച്ചാൽ അവരെ താൻ കൊല്ലുമെന്നും പാണ്ഡെ പറഞ്ഞിരുന്നു. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിളിക്കരുത്. വിഭജന സമയത്ത് നിരവധി ഹിന്ദുക്കളുടെ മരണത്തിന് കാരണക്കാരനായ ആളെ അങ്ങനെ വിളിക്കുന്നത് നിർത്തണമെന്നും അവർ പറഞ്ഞിരുന്നു. ഹിന്ദു മഹാസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സൈബർ വാരിയേഴ്സ് ഹിന്ദു മഹാസഭയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരുന്നു. തുടർന്ന് ഹിന്ദു മഹാസഭ മുർസാബാദ് എന്ന മുദ്രാവാക്യമാണ് സൈറ്റ് ഹാക്ക് ചെയ്ത് പ്രദർശിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 3:45 മുതലാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത്. ബ്ലാക്ക് സ്ക്രീനിൽ കേരള സൈബർ വാരിയേഴ്സ് ലോഗോയും അടിക്കുറിപ്പും നൽകിയാണ് GHO 57R007 എന്ന ഹാക്കർ വിവാദ സംഘടനയുടെ സൈറ്റ് ഹാക്ക് ചെയ്തത്. എല്ലായ്പ്പോഴും ശരിയായ പാത പിന്തുടരാൻ ഗാന്ധിജി ലോക ജനതയ്ക്ക് പ്രചോദനമായി. അഹിംസയുടെ പാതയായിരുന്നു എല്ലായ്പ്പോഴും അത്. ഹിന്ദു മഹാസഭ മുർദാബാദ് എന്നും ഹാക്കർമാർ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്റെ അനുമതിയില്ലാതെ ആരും എന്നെ ഉപദ്രവിക്കാൻ പാടില്ല. കണ്ണിന് കണ്ണ് സിദ്ധാന്തത്തിലൂടെ ലോകത്തെ മുഴുവൻ അന്ധരാക്കി നിർത്താൻ മാത്രമേ കഴിയുകയുള്ളൂവെന്ന ഗാന്ധി വചനവും ഹാക്കർമാർ കുറിച്ചു. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി കോലത്തിന് നേരെ വെടിയുതിർത്ത ഹിന്ദു മഹാദേശീയ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെയുടെ നടപടി വിവാദമായതിന് പിന്നാലെ പൂജ ശകുൻ പാണ്ഡെയുടെ ഫേസ്ബുക്ക് പേജിലും പ്രതിഷേധം രൂക്ഷമാണ്. സംഭവത്തിൽ 3 ഹിന്ദു മഹാനേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെടിവെപ്പിന് നേതൃത്വം നൽകിയ ഹിന്ദു മഹാസഭ നേതാവ് പൂജ പാണ്ഡെ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തെ അതിഗൗരവമായാണ് തങ്ങൾ കാണുന്നതെന്നും മുഴുവൻ കുറ്റവാളികൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.